ഹലോ കുട്ടിമണീസ്, ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് ആണ് കാണിക്കുന്നത്. അപ്പം രണ്ടുപേരും വന്നായിരുന്നു, രണ്ടുപേരും കുളിപ്പിച്ചു. ഇഡലിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ, അതൊക്കെ കൊടുത്തേ. അപ്പോഴാണ് വൈകിട്ട് ഈ ഒരു കിളിമീനൊക്കെ കിട്ടിയത്. കിളിമീനാണോ നിങ്ങളുടെ അവിടെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അവിടെ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ കിളിമീൻ എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ, ഒരു ചുമന്ന കളറിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കറി വയ്ക്കുകയും ചെയ്തു, കുറച്ച് വറുക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് പപ്പടമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതും വറുത്തു എല്ലാം വെച്ചേ. അപ്പം ചട്ടുക കൊണ്ടേലും ഒരു പ്രത്യേക രസമാണല്ലോ കേട്ടോ, നമുക്കൊക്കെ പിച്ചാത്തിയുടെ തുമ്പിട്ട് മീൻ മറിച്ചിടുക എന്നുള്ളത്. അപ്പം വേറെ മീനുകളൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് പെട്ടെന്ന് മറിച്ചിടുക. അപ്പം കിളിമീനെ നമ്മളൊന്ന് പേടിക്കണമല്ലോ, എപ്പോഴാണ് അടർന്ന് പോകുന്നതെന്നറിയത്തില്ല. ആ ഒരു രീതി വേണം നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മീൻ മറിക്കലും ആയത് കാരണം കുറച്ച് റിസ്ക് എടുത്തേ ഞാൻ. അങ്ങനെ ഇത് മറിച്ചിടാൻ വേണ്ടി ഞാൻ കുറച്ച് റിസ്ക്കൊക്കെ എടുത്തിട്ടുണ്ടേ. അപ്പം അങ്ങനെ നമ്മളത് കുറച്ച് നേരം ഏറെ എടുത്താണ് അതിനകത്തൊന്ന് മറിച്ചിട്ടത്. വന്നാലും ചട്ടുക എടുക്കത്തില്ല ഇന്ന് തന്നെ വെച്ചു. അങ്ങനെ നമ്മളൊരുവിധം അതിനെ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ലെവലൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് വീണ്ടും അപ്പുറത്തെ വശം ഒന്ന് പറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആലപ്പുഴയ്ക്ക് പോയായിരുന്നേ. അപ്പോഴത്തേക്കാണ് ബിരിയാണി മേടിക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഓർത്ത് അവർ വരുമ്പോൾ വൈകിട്ട് നമുക്ക് ചൂടാക്കി കൊടുക്കാമല്ലോ ഓർത്ത് പാത്രമൊക്കെ കഴുകിയ ബിരിയാണി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, നല്ല 2 വലിയ പീസും ഉണ്ട്, ഒരു മുട്ടയും ഉണ്ടായിരുന്നേ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇച്ചിരി ചോറേ കാണത്തുള്ളൂ. അതും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി എടുത്ത് വിഴുങ്ങിയായിരുന്നു. അപ്പോൾ അവർക്ക് വരുമ്പോഴത്തേക്ക് അവർക്കുള്ളത് വെച്ചാൽ മതിയല്ലോ, അവർ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ. അപ്പം ആ ഒരിതായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള ബിരിയാണിയൊക്കെ നമ്മളങ്ങ് ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ നിന്നൊന്ന് സെപ്പറേറ്റ് മാറ്റിയായിരുന്നു, ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പം ആ ഒരു രീതിയിലൊക്കെ ആക്കിയിട്ട് കുറച്ച് നേരം ചൂടാക്കിയിട്ട് ഞാനത് അങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ ആവിയിലുള്ള ആ ചൂട് മതിയല്ലോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ദാണ്ട് തൈരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിതെടുത്ത് തൈരൊക്കെ എടുത്ത് ഒന്ന് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടു. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് മോരും അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ മോര് റെഡിയായി. ഇനി അല്ലൂട്ടീനെ ഹോംവർക്കൊക്കെ ചെയ്യിക്കണം. അങ്ങനെ അപ്പോൾ എല്ലാം സെറ്റായി. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.